സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു വേദനയുണ്ട്. ചതിക്കപ്പെട്ട അനുഭവം. വിശ്വസിച്ച ആളിൽ നിന്നോ, അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ, ചിലപ്പോൾ സ്വന്തം ബന്ധുക്കളിൽ നിന്നോ പോലും ചതി നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇനി ഞാൻ ചതിക്കപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം? ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനായി നമുക്ക് തിരിഞ്ഞു നോക്കാം നമ്മുടെ പ്രാചീന ഭാരതത്തിലെ മഹത്തായ നയശാസ്ത്ര ഗ്രന്ഥമായ ചാണക്യനീതിയിലേക്ക്, അതിൻ്റെ ഗ്രന്ഥകർത്താവായ ചാണക്യനിലേക്ക്, അദ്ദേഹം പറഞ്ഞു തന്ന വിവിധ പാഠങ്ങളിലേക്ക്. അധിക വിശ്വാസം തന്നെയാണ് അപകടം. ചാണക്യൻ പറയുന്നത് വളരെ വ്യക്തമാണ്. അധികമായിട്ടുള്ള വിശ്വാസം വഞ്ചനയുടെ വാതിൽ തുറക്കുന്നു. എല്ലാവരെയും വിശ്വസിക്കണം, പക്ഷേ പരിധിയോടെ. നമ്മുടെ രഹസ്യങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ദുർബലതകൾ എല്ലാം ഒരാൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നത് ബുദ്ധിയല്ല. അതും ഈ കാലത്ത്. പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രത്യേകിച്ച്. നിങ്ങളുടെ പ്ലാൻ, ഐഡിയ, അടുത്ത നീക്കം എല്ലാം തുറന്നു കാണിക്കേണ്ടതില്ല. വിജയിക്കുന്നവരൊക്കെ എല്ലാം പറഞ്ഞ് നടക്കാറില്ല. ആളെ അറിയുക, പിന്നെ വിശ്വസിക്കുക. ചാണക്യൻ ഒരിടത്ത് പറയുന്നു, സമയവും സാഹചര്യവും മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാണിക്കും. ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ അല്ലെങ്കിൽ അവൾ സമ്മർദ്ദ സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ലാഭമില്ലാത്തപ്പോൾ അവർ നമ്മളുടെ കൂടെ നിൽക്കുമോ, ഇവയൊക്കെ ശ്രദ്ധിക്കുക. കാരണം ചതി ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ഉപയോഗിക്കുന്നത് മധുരമായ വാക്കുകൾ ഉള്ളവരാണ്, അല്ലെങ്കിൽ മധുരമായ വാക്കുകൾ കൊണ്ട് പൊതിയുന്നവരാണ്. നിൻ്റെ ബുദ്ധിയാണ് നിൻ്റെ ആയുധം. ചാണക്യൻ പറയുന്ന പ്രധാന സിദ്ധാന്തം, വിവേകം നഷ്ടപ്പെട്ടാൽ വിജയം നഷ്ടപ്പെടും. നമ്മൾ വികാരാധീനരാകുമ്പോഴാണ് ചതിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളത്. അമിതമായ സ്നേഹം, അമിതമായ ലോഭം, അമിതമായ ഭയം, ഇവ മൂന്നും ഒരാളെ ചതിക്കുവാനുള്ള വഴികളാണ്. ഒരാൾ നിങ്ങളെ അമിതമായി പ്രശംസിക്കുന്നുണ്ടോ, അധിക ലാഭം വാഗ്ദാനം ചെയ്യുന്നുണ്ടോ, അപ്പോൾ തന്നെ ഒരു ചെറിയ സംശയം മനസ്സിൽ വയ്ക്കുക. എല്ലാവരും സുഹൃത്തുക്കളല്ല. ചാണക്യൻ വളരെ വ്യക്തമായി തുറന്നു പറയുന്നു, നിൻ്റെ വളർച്ചയെ കണ്ട് സന്തോഷിക്കുന്നവരാണ് നിൻ്റെ യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കൾ. മറ്റുള്ളവർ നിൻ്റെ പരാജയത്തിൽ സന്തോഷിക്കുന്നവരാണ്. നിൻ്റെ മുമ്പിൽ ചിരിച്ച് പിന്നിൽ കുറ്റം പറയുന്നവരാണ്. ഇവരിൽ നിന്നും അകലം പാലിക്കണം. രഹസ്യം സൂക്ഷിക്കുക. ചാണക്യൻ ശക്തമായി മറ്റൊരു വാക്കാണ്, രഹസ്യം പുറത്തു പറയുന്നവൻ സ്വയം തന്നെ ദുർബലനാക്കുന്നു. ഇത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാലമാണ്. ഈ കാലത്തും ഇത് വളരെ പ്രസക്തമാണ്. എല്ലാം നമ്മുടെ ലോകത്തോട് പറയേണ്ടതില്ല. നിങ്ങളുടെ അടുത്ത നീക്കം നിങ്ങളുടെ മനസ്സിൽ മാത്രമിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ചതിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ ആയുധം നമ്മൾ ഉപയോഗിക്കുന്നത് അത് ജാഗ്രതയാണ്. അതുകൊണ്ട് അധികമായിട്ടുള്ള വിശ്വാസം ഒഴിവാക്കുക. വികാരാധീനത പരമാവധി നിയന്ത്രിക്കുക. ആളെ മനസ്സിലാക്കി മാത്രം സംസാരിക്കുക. രഹസ്യം സൂക്ഷിക്കുക. ചാണക്യൻ്റെ നയശാസ്ത്രം നമ്മോട് പഠിപ്പിക്കുന്നത് ഒന്നാണ്, സഹൃദയനായിരിക്കുക, പക്ഷേ സാവധാനമായിരിക്കുക. ജീവിതത്തിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകൂ, പക്ഷേ കണ്ണുകൾ തുറന്നിരിക്കുക. കാരണം ലോകം നന്മ ഉള്ളവരാൽ നിറഞ്ഞവരാണ്, പക്ഷേ എല്ലാവരും നന്മ ഉള്ളവരല്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ അറിവ് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കൂ. അറിവ് പങ്കുവച്ചാൽ വളരും, ജാഗ്രത പങ്കുവച്ചാൽ അത് രക്ഷിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.